കുട്ടിമാളു വന്നേടി, കൂട്ടി കറിക്കടി. കുട്ടിമാളു ഇങ്ങോട്ട് വന്നേടി, ഇവിടെ വാടി. കുട്ടിമാളു ഇവിടെ വന്നേടി, ബാ. കണ്ടോ, അവൾക്ക് അറിയാം. ആടി ഇങ്ങോട്ട് കയറി കൂട്ടില്ല, കൂട്ടി കറിക്ക്. ബാ ബാ, അപ്പി വന്നടാ, അപ്പി വാടാ, വാടാ അപ്പി, അപ്പി വിടാ, കൂട്ടി കറിക്ക്, കൂട്ടി കറിക്ക്. കുട്ടിമാളു വന്നേ, വന്നേ, വാടി ഇവിടെ, ബാ. കൂട്ടി കറി, അവക്കറിയാം. ഞാനിടും, ഞാൻ വിളിച്ചാ വരുന്നൊക്കെ. എൻ്റെ കുട്ടിമാലു, എൻ്റെ കുട്ടിമാലു, എൻ്റെ കുട്ടിമാലുവാ, എൻ്റെ കുട്ടിമാലു, എൻ്റെ കുട്ടിമാലു. കുട്ടി, കുട്ടി ഓടി വാടി. അവളോ എന്നാടി എന്നാടി എന്നാ എന്നാ അയ്യേ എനിക്ക് അവിടെ കൂടെ വന്നപ്പോഴേ അയ്യോ പാവമില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും പേടി. മാളുവിനെ കറക്കാൻ പോകുന്നു. അറ്റംപ്റ്റ് നമ്പർ 1. രാവിലെ ഒന്ന് കുസ്തി കൂടിയാണ്, അതിനുശേഷം പിന്നെ ഓണമൊക്കെ കഴിഞ്ഞോ? നമ്മുടെ കുട്ടിമാളും വല്യമാളും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഞങ്ങളൊന്ന് പുറത്ത് പോയതായിരുന്നു. അപ്പോൾ ഇവിടെ ജസ്റ്റ് നടക്കി വെച്ചിട്ട് പോയത്. ഇതെന്നെ ഈ വലിഞ്ഞ് നിൽക്കുന്നേ, കയറൊന്നും ഇടാറായില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോട്ടമില്ലാത്ത സമയത്ത് പുറത്തോട്ട് ഇറങ്ങിപ്പോയി കുഴിയിലൊന്നും പോയി ചാടാതിരിക്കാൻ വേണ്ടി കിട്ടുക. എഴുന്നേട്ടെ, ഇതെന്നെ അയ്യോ സൂചിച്ചാൽ കിടക്കുവാ പുള്ളിക്കാരി. ഹലോ ഹലോ ചട്ടിമാളു, എടി കള്ളിപ്പെണ്ണേ, എണീറ്റേ. ഇതെന്നെ കിടന്ന മതിയോ? കിടന്ന മതിയോ? കിടന്ന മതിയോ? ഇത് വേണോ? പഴുത്തൊലി വേണോ? പഴുത്തൊലി അല്ല, ഞാൻ അമ്മയ്ക്ക് കൊടുക്കും. വേണോ? എന്തൊക്കെയോ കടിച്ചു പറിക്കുന്നുണ്ടോ അവിടെ ഇടയ്ക്ക്? അത് നിങ്ങളിപ്പോൾ രാവിലെ കണ്ടേ. ഇന്ന് ആദ്യമായിട്ട് ചുമ്മാ പുറത്തോട്ട് ഇറക്കിയത്. ഇതിനാണ് ഈ വൈപ്പ് തുറന്നു വിട്ടേക്കുന്നത്. എന്നാ ഹലോ, എഴുന്നേറ്റേ എഴുന്നേറ്റേ, ബാ എഴുന്നേറ്റേ എഴുന്നേറ്റേ. നീ അങ്ങനെ എപ്പോഴും കിടന്ന കൊള്ളുമല്ലോ. നിന്നെ ഞെരുവിൽ കൊള്ളുക എഴുന്നേറ്റിട്ട്. ഞാൻ വീട്ടിലോട്ടൊക്കെ നടന്നേ. ബാ വന്നേ, ബാ
ആ വെയിലത്തോടൊക്കെ നടന്നേ. വാ 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 വാ. അങ്ങ് നടന്നേ അങ്ങോട്ട്. കറവ ആ അറ്റംപ്റ്റ് കണ്ടോ? ഒരു അര ക്ലാസ് ഞങ്ങൾ കറന്നു കേട്ടോ ഒരു തരത്തിൽ അവസാനം. അത് കഴിഞ്ഞ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാളുവിൻ്റെ ആദ്യത്തെ പ്രസവമാണ്, എൻ്റെ ആദ്യത്തെ കറവയാണ്. ആടിനെ കറന്നിട്ടുണ്ടോ ഇപ്പോൾ? ഇത് ഇങ്ങനെ ചവിട്ടുന്നില്ല കേട്ടോ, ചവിട്ടില്ല. കാര്യം അവളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഇത് മാറി വരണം എന്ന് എല്ലാവരും പറയുന്നത്. അപ്പം ആദ്യത്തെ പ്രസവം ആയതുകൊണ്ടാണ് ചവിട്ടുന്നില്ല. അതുകൊണ്ട് ഭാഗ്യമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. കറന്ന് പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓടിപ്പോയിട്ട് വാടി കുട്ടിമാളോ, ഓടിയിട്ട് വാ. ഓടിച്ചില്ല. നമുക്കിനി ഇവിടെ അടുത്ത ട്രിപ്പ് കറക്കണം. രാവിലെയും ഉച്ചയ്ക്കും കറക്കണം. പാൽ അകിടയിൽ കൂടാതെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് എല്ലാവരും തന്നെ പറയുന്നത്. അകിടുവെക്കം വരാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ പറഞ്ഞു. അതുപോലെ പ്രസവത്തിന് ശേഷം ഇതിൻ്റെ പൂക്കൾക്കുടി ഉണ്ടല്ലോ, അവിടെ നമ്മൾ ചാരം ഇട്ട് കൊടുത്തായിരുന്നു. പൊടി ചാരം എടുത്തിട്ട് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനിപ്പം വേറെ സ്പ്രേ മേടിച്ചിട്ടുണ്ട്, ഈച്ച വരാതിരിക്കാനും മുറിവ് കരിയാനൊക്കെ ആയിട്ടുള്ള ഒരു സ്പ്രേ. അതും അടിച്ചു കൊടുക്കണം. അതിൻ്റെ കുട്ടിമോള് കയറി വന്നല്ലോ ചക്കരു. അതിൻ്റെ എന്നാനാ എന്നൊരു പിന്നെ ഇവിടെ തൂക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് അല്ലേ? ചുമടുപ്പന്ന എന്നടി എന്നടി പെണ്ണേ, നിന്റെ കൊമ്പം തീരി. രാവിലെ വെയിലും തുടങ്ങിയപ്പോൾ നിന്ന് അത് ഇവിടെ നിന്ന് പുറത്തോട്ടൊക്കെ നിറക്കിയായിരുന്നു. ഓടിയൊക്കെ നടന്ന് അത്യാവശ്യം കാലൊക്കെ ഒന്ന് ഓടിച്ചിട്ട് പിന്നെ കയറ്റി കെട്ടതാണ്. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ നമ്മളൊന്ന് പുറത്ത് പോകണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഒരു കഴുത്തിലൊരു തുണി ചുറ്റിയിട്ട് അതൊന്ന് ഉടക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. വേറെ ഒന്നുമില്ല. അപ്പുറത്തോട്ടും വല്ലതും ആട്ടുന്നില്ലോട്ടും വല്ലതും പോയാൽ അപ്പം അത്ര നടക്കാറായില്ലല്ലോ, അതുകൊണ്ടങ്ങ് വെച്ചെന്നുള്ളൂ. ആളോ അടിക്കുന്നേ, അടിക്ക ആളോ. കൂട്ടി കയറാൻ പറ പപ്പി. എന്നാടി അവള് കളിക്കുന്നതാടി ആളു. ഓടി 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 ഓടിയോ ഡി ഓടി ഓടി ഓടിയോ കുട്ടി മാളു. ഓടി ഓടി കുട്ടി ഓടി 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 ഓടിയോ ഓടി 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 ഓടിയോ. ബാ 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 ബാ. എന്നാ മണമല്ലേ കുട്ടിമോള്. നമ്മുടെ കുട്ടിമാള് പുറത്തോട്ടൊക്കെ ഇറങ്ങി കല്ലും മണ്ണൊക്കെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ കുഞ്ഞുങ്ങളെല്ലാം എങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ? പട്ടികളാണെന്നുണ്ടെങ്കിലും പശുവൊക്കെ ആണെന്നുണ്ടെങ്കിലും കല്ലും മണ്ണൊക്കെ ആദ്യം എന്നാളുടെ അടുത്ത് തിന്നുന്നുണ്ട്. ഇച്ചിരി വരമരുന്നൊക്കെ കൊടുക്കാം ചോദിച്ചിട്ട്. എത്രാമത്തെ കയ്യിൽ കൊടുക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരമരുന്നൊക്കെ അവർക്ക് കൊടുക്കണം. ഓണത്തിന് നല്ല ദിവസം കുട്ടിമാള് വന്നു,
അതിൻ്റെ ഇടയ്ക്ക് ഓണം വന്നു, അങ്ങനെയൊക്കെ ആപ്പാടെ തിരക്കായി പോയി. അതിൻ്റെ കൂടുതൽ ഭയങ്കര മഴയായിരുന്നു കഴിഞ്ഞ ദിവസം. നമ്മുടെ ഈ റോഡിലൊക്കെ പിന്നെ വെള്ളം കയറി കേട്ടോ. ഈ കൊല്ലം ഞാൻ ഇതിപ്പോൾ ഒന്ന് കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ രണ്ടാമത് വീണ്ടും നമ്മുടെ ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ആ പെട്ടെന്നൊരു മഴയാണ്. നമ്മുടെ ചെറിയൊരു ലൊക്കാലിറ്റി മാത്രം വലിയ മഴകളാണ് ഇപ്പോൾ പെയ്യുന്നത്. അങ്ങനെ പറ്റിയതാണ്. വേറെ എന്നാ വിശേഷം? എന്തൊക്കെയാണ് വിശേഷം? ഇനിയിപ്പോൾ കുട്ടിമാളുവിനെ പറയുകയായി, അവളുടെ കാര്യങ്ങളായി. കറവ ഭയങ്കര ഗുസ്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുട്ടി കുടിച്ചാലും, ഞാൻ പറഞ്ഞില്ലേ, കുട്ടി കുടിച്ചാലും കറന്ന് കളയണമെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. എന്നാണ് നമ്മുടെ പരിചയത്തിലുള്ള പശുവിനെ വളർത്തുന്നവരൊക്കെ പറയുന്നത്. പാലിങ്ങനെ അകിടാൻ നിർത്തിയേക്കൽ ചിലപ്പോൾ കുട്ടി കുടിച്ച് കഴിഞ്ഞിട്ട് പാലും മിച്ചം നിൽക്കും. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അകിട് വീക്കം വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട് കറന്ന് തന്നെ കളയണം. പിന്നെ കറവയും ശീലിപ്പിക്കണമല്ലോ. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം ഭയങ്കര ഉസ്തേക്ക് ആയിരിക്കും, അത് നോക്കണ്ട. അപ്പോൾ നല്ല ഫോഴ്സായിട്ട് തന്നെ ഇരുന്ന് കറക്കുക. അപ്പം പിന്നെ പതുക്കെ അതിൻ്റെ ഒരു പരിചയമായി വന്നു കഴിയുമ്പോൾ അവൾ നോർമലാവുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ രാവിലെ ഞാനിങ്ങനെ ഷോൾഡറും കൊണ്ടൊക്കെ ഇങ്ങനെ പിടിച്ച് നിന്നാ കേട്ടോ കറക്കുന്നത്. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാം. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. പിന്നെ കാല് കെട്ടിയാൽ നല്ലതെന്ന് പറഞ്ഞു. ഇന്നലെയൊക്കെ ഇപ്പോൾ കാല് കെട്ടേണ്ട വന്നിരുന്നു. ഇന്നിപ്പം കറന്നപ്പോൾ കാലൊക്കെ കെട്ടിയതൊക്കെ തന്നെ ചാടിപ്പോയി. അവൾ കുറച്ചൊക്കെ നിന്ന് തരും. അങ്ങനെയൊക്കെ ഇപ്പോൾ ഒച്ചയും ബഹളമൊക്കെ ഇട്ട് ഞാൻ ഒരു തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുഞ്ഞിനെ ഒത്തിരി കുടിപ്പിക്കില്ലെന്ന് ചിലർ പറഞ്ഞു. കാരണം ഒത്തിരി കുടിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ നിന്ന് പിന്നെ ലൂസ് മോഷൻ പോലെയൊക്കെ വന്നു കഴിഞ്ഞ് കുഞ്ഞിനത് ഭയങ്കര പ്രശ്നമായിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതും നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് പോകണം. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇടയ്ക്കൊന്നൊരു വ്ളോഗുമായിട്ട് വന്നതാണ്. വ്ളോഗൊക്കെ കാണുന്ന എല്ലാവർക്കും, ഈ ക്യാമറയുടെ ലെൻസ് കണ്ടിട്ടിരിക്കണം, വ്ളോഗൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ. പുല്ലേത്താൻ പോവാം. ഓക്കെ, ബൈ.